ഇപ്പം രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്നത് എന്തിനാണ്? BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. KC വേണുഗോപാലിനെതിരായിട്ട് സംസാരിക്കുക. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നതിനെതിരെ സംസാരിക്കുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം ആകെ ഒരു സീറ്റാണ് കിട്ടിയത്, ആലപ്പുഴ CPMന് കിട്ടിയത്. ആ സീറ്റ് കൂടി ഉറപ്പായി പോകുമെന്നും അത് KC വേണുഗോപാൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നും മനസ്സിലായതിനെ തുടർന്നാണ് KC വേണുഗോപാലിനെതിരായിട്ടുള്ള വിമർശനം. ഞങ്ങളുടെ പാർട്ടിയിൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെ മത്സരിക്കണമെന്ന് ഞങ്ങളല്ല തീരുമാനിക്കണം. AKG സെൻറ്ററിലാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയല്ലേ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഞങ്ങൾ വന്നില്ലല്ലോ അങ്ങോട്ട്. അപ്പോൾ ഒന്നും പറയാനില്ല. ഇവിടെ ഒരു ചോദ്യത്തിനും മുഖ്യമന്ത്രി, നാടിനെ ബാധിക്കുന്ന ഒരു ചോദ്യത്തിനും മറുപടി പറയില്ല. SFIക്കാർ കാണിക്കുന്ന ഈ തോന്നിവാസത്തിന് മുഖ്യമന്ത്രിക്ക് എന്തു പറയാനുണ്ട്? സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ പൂർണ്ണമായ മൗനമായിരുന്നു. മിണ്ടിയിട്ടില്ല മുഖ്യമന്ത്രി, വാ തുറന്നിട്ടില്ല. എത്രയോ ദിവസം കേരളം മുഴുവൻ തേങ്ങുമ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കൂടിയുള്ള ഈ CPM നേതാവ് കൂടിയായ മുഖ്യമന്ത്രിക്ക് മിണ്ടാനൊന്നും ഉണ്ടായില്ലല്ലോ. ഇപ്പം കാണിച്ച തോന്നിവാസം കണ്ടില്ലേ? കേരള സർവകലാശാല കലോത്സവത്തിൽ 51 വയസ്സുകാരനെ മുറിയിൽ കൊണ്ടുപോയിട്ട് ക്രൂരമായി മർദ്ദിച്ച് അയാൾ ആത്മഹത്യ ചെയ്ത സംഭവം. ആരാണ് ഇവരെ അയച്ചുവിട്ടിരിക്കുന്നത്? എന്ത് അക്രമവും കാണിക്കാൻ കേരളത്തിൽ ക്രിമിനൽ സംഘങ്ങളെ അയച്ചുവിട്ടിട്ട് അവർക്ക് തണലൊരുക്കി കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. 7 മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയിട്ട് മിണ്ടാനില്ല. മരുന്നില്ല സർക്കാർ ആശുപത്രികളിൽ. മാവേലി സ്റ്റോറിൽ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളില്ല. ഒരു സാധനമില്ല കേരളത്തിൽ. 1 രൂപ പേയ്മെൻറ്റ് നടക്കുന്നില്ല. കാരുണ്യ ചികിത്സാ സഹായം കിട്ടുന്നില്ല ആശുപത്രികൾ. ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. CAA സംബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ തെറ്റായ പ്രചരണമാണ്. അദ്ദേഹം കേസ് പിൻവലിക്കാതെ BJPയെ സന്തോഷിപ്പിക്കാൻ അവരുടെ കൂടെയായിരുന്നു ഇത്രയും നാൾ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിന് അതിനു വേണ്ടിയിട്ടാണ്. രാഹുൽ ഗാന്ധി ജാഥ നടത്തുന്നത് ആർക്കെതിരെയാണ്? നരേന്ദ്രമോദി ഭരണകൂടത്തിനെതിരായിട്ടാണ്, സംഘപരിവാർ ശക്തികൾക്കെതിരായിട്ടാണ്, അവരുടെ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയത്തിനെതിരായിട്ടാണ് അദ്ദേഹം ജാഥ നടത്തുന്നത്. കിലോമീറ്ററുകളോളം അദ്ദേഹം ജാഥ നടത്തുന്നത്. എന്നിട്ട് രാഹുൽ ഗാന്ധിയെ സംഘപരിവാർ വിരോധം പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ സംഘപരിവാറുമായി സന്ധി ചെയ്ത് കേസുകൾ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്ന ഈ മുഖ്യമന്ത്രി, രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലിപ്പൊളിക്കാൻ ആളവിട്ട പാർട്ടിയാണിത്. അതും BJP നേതൃത്വത്തെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്തത്. മുഴുവൻ ചെയ്ത അതിനു വേണ്ടിയിട്ടാണ്. BJP നേതാക്കളെ സുഖിപ്പിച്ച് കേസുകളിൽ നിന്ന് തലയൂരാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. അതിനാണ് കോൺഗ്രസ് വിരുദ്ധതയാണ് ഇപ്പം മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര.